80കളിൽ തെന്നിന്ത്യൻ സിനിമകളിൽ നായികയായി തിളങ്ങിയ നടിയാണ് നളിനി. മലയാളം, തമിഴ്, തെലുങ്കു, കന്നഡ സിനിമകളിൽ ഒട്ടുമിക്ക നായക നടന്മാർക്കൊപ്പവും നളിനി അഭിനയിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ മൂർത്തിയുടെയും പ്രേമയുടെയും 8 മക്കളിൽ രണ്ടാമതായി 1966 ഓഗസ്റ്റ് 28-നാണ് നളിനി ജനിച്ചത്. നളിനിയുടെ അച്ഛൻ തമിഴ് സിനിമകളിൽ കൊറിയോഗ്രാഫറായിരുന്നു. അമ്മ ഒരു പ്രൊഫഷണൽ നർത്തകിയും. നളിനിക്ക് ഒരു സഹോദരിയും 6 സഹോദരന്മാരുമുണ്ട്. 1987 നടൻ രാമരാജനെ നളിനി വിവാഹം കഴിച്ചു. ബന്ധത്തിൽ താരദമ്പതിമാർക്ക് അരുൺ, അരുണ എന്നിങ്ങനെ 2 മക്കൾ ജനിക്കുകയും ചെയ്തു. പല അഭിപ്രായ വ്യത്യാസങ്ങളെയും തുടർന്ന് ദാമ്പത്യത്തിൽ വിള്ളൽ വീണതോടെയാണ് നളിനിയും രാമരാജനും വേർപിരിയുന്നത്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം അത് വിവാഹമോചനമാണെന്നാണ് നളിനി പറയുന്നത്. 14 വർഷത്തോളം ഭർത്താവിനൊപ്പം ജീവിച്ചു. അതിനുശേഷമാണ് ഭർത്താവുമായി വേർപിരിഞ്ഞത്. ഒരു മാർച്ച് 8-നായിരുന്നു ഞങ്ങളുടെ വിവാഹമോചനം. ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ദിവസമായിരുന്നു അത്. ഒരു സ്ത്രീക്കും ഇത്തരമൊരു അവസ്ഥ ഉണ്ടാകരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരാളുടെ കൂടെ ജീവിച്ചിട്ട് മറ്റൊരാളെ വിവാഹം കഴിക്കേണ്ടി വരുമെന്ന് ഏതൊരു സാഹചര്യത്തിലും ഞാൻ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭർത്താവില്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് തോന്നി ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ഒപ്പം എൻ്റെ മക്കളെയും കൊല്ലാൻ ആഗ്രഹിച്ചുവെന്നാണ് നളിനി പറഞ്ഞത്. അക്കാലത്ത് കുട്ടി പത്മിനി, കൃഷ്ണദാസി സീരിയലിൽ അഭിനയിക്കാൻ എനിക്കൊരവസരം വന്നിരുന്നു. എന്നാൽ അന്നെനിക്ക് അഭിനയിക്കണമെന്ന് തോന്നിയില്ല. പക്ഷേ ആ സീരിയലാണ് ഇന്ന് ഞാൻ ഒരു ധീരയായ സ്ത്രീയാകാൻ കാരണം. ഭർത്താവിനെ നഷ്ടപ്പെട്ടാൽ മരിക്കുമെന്ന് കരുതിയിരുന്ന ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിനു മുകളിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാണ് വിഷമിക്കുന്നത് നടി പറയുന്നു. തങ്ങളുടെ വിവാഹമോചനത്തിനുള്ള ഒരു കാരണം ഒരു ജ്യോത്സ്യന്റെ പ്രവചനമാണെന്ന് നളിനി മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു. മക്കൾ കാരണം രാമരാജന്റെ കരിയർ കുറയുമെന്ന് ഒരു ജ്യോതിഷി നളിനിയോട് പറഞ്ഞിരുന്നു. അങ്ങനെ വന്നതോടെ കുട്ടികളെ ബോർഡിംഗ് സ്കൂളിൽ അയക്കാമെന്ന അവസ്ഥ വന്നു. ഭർത്താവുള്ള അതേ വീട്ടിൽ കുട്ടികൾ ഉണ്ടാവരുതെന്ന അവസ്ഥ ആയതോടെയാണ് കുട്ടികളെയും കൂട്ടി മാറാൻ താൻ തീരുമാനിച്ചത്. അതിനേറ്റവും നല്ലത് വിവാഹമോചനമാണെന്ന് മനസ്സിലാക്കിയതോടെയാണ് നടി ഡിവോഴ്സിന് തീരുമാനിച്ചത്. അതേസമയം വേർപിരിഞ്ഞ ഭർത്താവുമായി ഇപ്പോഴും അതേ സൗഹൃദമാണ് നളിനിയും മക്കളും കാണിക്കാറുള്ളത്. ഇരുവരും മക്കളുടെ മാതാപിതാക്കളായി ഇന്നും കടമകൾ ചെയ്തു വരികയാണ്. മകൻ അരുണിന്റെയും അരുണയുടെയും വിവാഹത്തിൽ രാമരാജൻ പങ്കെടുത്തു. ഇരുവരും മക്കളുടെ മാതാപിതാക്കളായി ഇന്നും കടമകൾ ചെയ്തു വരികയാണ്. വിവാഹശേഷം സിനിമ വിട്ട നളിനി രാമരാജനുമായി വേർപിരിഞ്ഞതിനു ശേഷം സിനിമകളിലും സീരിയലുകളിലും അഭിനയിക്കുന്ന തിരക്കിലാണ്. 1981 രജനീകാന്ത് അഭിനയിച്ച ആർമി വീരൻ എന്ന ചിത്രത്തിലൂടെയാണ് നളിനി സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. പിന്നീട് മലയാളം, തമിഴ് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ ഭാഷാ ചിത്രങ്ങളിലെ മുൻനിര നടിയായി മാറി. സിനിമയിൽ അഭിനയിച്ച് തിളങ്ങി നിൽക്കുന്ന കാലത്താണ് നടൻ രാമരാജനുമായി നളിനി പ്രണയത്തിലാവുന്നത്. പിന്നീട് കുറെ പ്രതിസന്ധികൾക്ക് ശേഷമാണ് ഇരുവരും വിവാഹിതരാവുന്നത്.